രാജസ്ഥാനിൽ 13 വയസ്സുകാരെ മദ്യം നൽകി ക്രൂരമായ ബലാത്സംഗം ചെയ്തു. 5 ദിവസത്തിനിടെ 30 പേർ ബലാത്സംഗം ചെയ്തു. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ റിക്ഷാക്കാരൻ ഹോട്ടൽ ഉടമയ്ക്ക് വിൽക്കുകയായിരുന്നു. ആർ അച്യുതൻ ടെലിയും ചെയ്തു. അച്യുതൻ, അങ്ങേയറ്റം നടക്കുന്നൊരു വാർത്തയാണ്. തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ ഹോട്ടലുകാരൻ ഓട്ടോറിക്ഷ ഡ്രൈവർ വിൽക്കുന്നു. ആ വിറ്റ കുട്ടിയെ 30 പേർ 5 ദിവസത്തിനിടെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. പ്രതികളെ കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടോ? വിവരം സുഹേൽ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് ഈ രാജസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് 5 ദിവസത്തിനിടെ 30-ലധികം പേരാണ് 13 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചത്. ഈ വീട്ടിൽ നിന്ന് കുട്ടിയെ കാണാതെയാവുകയും തുടർന്ന് ഈ രക്ഷിതാക്കൾ പരാതി നൽകുകയും ചെയ്തു. റിക്ഷാക്കാരനായിരുന്നു ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതും ഹോട്ടൽ ഉടമയ്ക്ക് ഈ കുട്ടിയെ വിൽക്കുന്നതും. അതിനുശേഷം വിവിധ ഹോട്ടലുകളിൽ വച്ചായിരുന്നു ഈ 13 വയസ്സുകാരിയെ അതിക്രൂരമായി പീഡിപ്പിച്ചത്. നിർബന്ധിപ്പിച്ച് മദ്യം നൽകിയായിരുന്നു ഈ പീഡനം നടത്തിയതെന്നാണ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഹോട്ടൽ ഉടമകളെയും ഒപ്പം തന്നെ മാനേജർമാരെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ വലിയൊരു പ്രതിഷേധം രാജസ്ഥാനിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ സംഭവത്തിൽ കേസിലെ പ്രതികളായിട്ടുള്ളവർക്കെതിരെ കർശനമായ നടപടി വേണമെന്നും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അവർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. എന്നാൽ നീതി ഉറപ്പാക്കും, കുടുംബത്തിന് നീതി ഉറപ്പാക്കും എന്നുള്ളൊരു വാഗ്ദാനവുമാണ് ഭരണകൂടം നൽകിയിരിക്കുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.